ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഓണത്തിലെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? ഞങ്ങളും അതെ, ഓണത്തിലെ തിരക്കിൽ തന്നെയാണ്. ഇന്ന് ഒന്നാം ഓണം. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം, മെയിനായിട്ടുള്ള കാര്യം പൂക്കളം ഇടുക, ഓണസദ്യ ഇതൊക്കെയാണ്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ പൂക്കളത്തിന് വേണ്ടിയിട്ടുള്ള പൂ വാങ്ങാൻ പോകാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മുടെ ഇവിടെ അടുത്തുള്ള വെൻഡേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി നമുക്ക് വേണ്ട എല്ലാ കളറും നമുക്ക് ഒന്നിച്ച് കിട്ടുകയില്ല. അപ്പം നമ്മളിവിടെ അടുത്തുള്ള ഫ്ലവർ മാർക്കറ്റിൽ തന്നെ പോയിട്ട് പൂ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഫ്ലവർ മാർക്കറ്റിലാകുമ്പോൾ രാവിലെ പോകണം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ഫ്ലവർ മാർക്കറ്റിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അതാണ് കേട്ടോ ജാക്കറ്റൊക്കെ, കാരണം രാവിലെ നല്ല തണുപ്പുണ്ട് പുറത്ത്. അപ്പം നമ്മൾ ഫ്ലവർ മാർക്കറ്റിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. മാർക്കറ്റിലേക്ക് ഏകദേശം ഒരു 1 hour ട്രാവൽ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ പോകുന്നത്. കാരണം നമ്മൾ ഓണത്തിൻ്റെ അന്ന് രാവിലെ പോയി പൂവെടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ 1 hour ട്രാവലും ചെയ്ത് പൂവൊക്കെ എടുത്ത് വന്ന് എല്ലാം റെഡിയാക്കുമ്പോഴേക്ക് പിന്നെ ഓണം സൺഡേ ആയതുകൊണ്ട് ചർച്ചിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അന്ന് രാവിലെ പോലും നടക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒന്നാം ഓണത്തിൻ്റെ അന്ന് തന്നെ രാവിലെ മാർക്കറ്റിൽ പോകുന്നത്. കാരണം മാർക്കറ്റിൽ പോയി എടുക്കുന്നതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ പോകാൻ വേണം. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ പോകാൻ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലെത്തിയപ്പോഴേക്ക് ഏകദേശം നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാ പൂക്കളും ഇങ്ങനെ നമ്മൾ മാർക്കറ്റിൽ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് വേണ്ട പൂക്കൾ എടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ മാർക്കറ്റിൽ എല്ലാ പൂക്കളും നോക്കി നിറച്ചിങ്ങനെ ഇവിടെ ഇപ്പോൾ കാണുന്ന പോലെ നിറച്ചിങ്ങനെ ഷോപ്പുകളാണ്. അതായത് പൂവിൻ്റെ തന്നെ ഏരിയ ഷോപ്പുകൾ. അപ്പം നമ്മൾ അതിൽ നിന്ന് നോക്കി ഞങ്ങൾക്ക് വേണ്ട അത്യാവശ്യം വേണ്ട കളറുകളൊക്കെ നോക്കി വേണ്ട പൂക്കളൊക്കെ എടുത്തു. പൂവൊക്കെ എടുത്ത് നമ്മൾ മുമ്പോട്ട് കണ്ടപ്പോഴാണ് ഇവിടെ മാർക്കറ്റിൽ തന്നെ വേറൊരു സൈഡിൽ വാഴയില കണ്ടത്. അപ്പോൾ നമുക്ക് വാഴയില ആവശ്യമാണ്. അപ്പോൾ പിന്നെ ഇനിയും വാഴയില അന്വേഷിച്ച് പോകണല്ലോ വെച്ച് ഞങ്ങൾ വാഴയില കണ്ടപ്പോൾ തന്നെ വാഴയിലയും കൂടെ മേടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വേണ്ട വാഴയിലയും കൂടെ എടുക്കുക. അപ്പം നമ്മൾ പൂവൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് പൂ റെഡിയാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ പൂ റെഡിയാക്കാൻ വേണ്ടത്. ഇപ്പോൾ ഇത് റെഡ് റോസ് പെറ്റൽസ് ഇത് റെഡിയാക്കുന്നു. പിന്നെ ഇത് ഓറഞ്ച് ബന്ദി റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ അവിടെ മഞ്ഞ ബന്ദി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി റെഡിയാക്കാനുള്ള ഞാൻ മേടിച്ച പൂക്കളൊക്കെ കാണിക്കാവേ. ഇതാ കേട്ടോ ഇനി എനിക്ക് റെഡിയാക്കാനുള്ള പൂക്കള്. നമ്മൾ വൈറ്റ് ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് ഓറഞ്ച് ബന്ദി കുറച്ച് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ചെറിയൊരു ഓണം ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓണം ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ബന്ദികൾ മാറ്റി വെച്ചിരിക്കുന്നതാണ്. പിന്നെ റെഡ് പെറ്റൽസ് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരുന്നെങ്കിൽ മിച്ചം റെഡിയാക്കാനുള്ള. പിന്നെ വയലറ്റ് ഫ്ലവർ വാങ്ങിയത്, വയലറ്റ് ഫ്ലവർ ഇരിപ്പുണ്ട്. പിന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ഇതാണ് ലീവ്സ്. ഇവിടെ ലീവ്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് പാർക്കിലൊക്കെ പോയിട്ട് ഒരാൾ മരത്തേലൊക്കെ കയറിയിട്ട് പറിച്ച ലീവ്സാണ് ഇത് കേട്ടോ. അതാണ് തണ്ടോടെയൊക്കെ ഞങ്ങൾ ഒരു ക്യാരി ബാഗ് കൊണ്ടൊക്കെ പോയിട്ട് മരത്തെ കയറി പറിച്ചുകൊണ്ട് വന്ന ലീവ്സാണ്. ആ ലീവ്സ് റെഡിയാക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കൂട്ടിയിട്ട് ഒരു ചെറിയൊരു പൂക്കളമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ പൂക്കളം ഡിസൈനർ ഇവിടെ പൂക്കളം വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മളെന്താ പേപ്പറെ വരയ്ക്കുന്നതെന്ന് ആരും വിചാരിക്കേണ്ട, കാരണം ഇവിടെ ചോക്കൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ പെന്നും കൊണ്ട് വരച്ച് കാണാൻ വേണ്ടിയിട്ടാട്ടോ പേപ്പർ വെച്ചിട്ട് വരയ്ക്കുന്നതാണ് ഞങ്ങളുടെ ഡിസൈൻ കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല, കാരണം പേപ്പറിലായതുകൊണ്ട്. പൂക്കളം റെഡിയാക്കി കഴിയുമ്പോൾ കാണിക്കാം. അങ്ങനെ ഡ്രോയിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പൂ ഇടാൻ തുടങ്ങിയേക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് മിഡിൽ ഭാഗമൊക്കെ ഇട്ട് പൂ ജസ്റ്റ് ഇട്ട് തുടങ്ങിയ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ ഇത്ര എത്തിയിരിക്കുകയാണ്. നമ്മൾ ഓണത്തിൻ്റെ സദ്യയുടെ പരിപാടികളാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സദ്യ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അപ്പാർട്ട്മെൻറ്റിലാണ് ഓണസദ്യ. അപ്പോൾ നമ്മളിവിടെ പോട്ട്ലോക്ക് സിസ്റ്റമാണ് ചെയ്യുന്നത്. പോട്ട്ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റിലുള്ള മലയാളീസ് എല്ലാം കൂടെ കൂടിയിട്ട് കുറച്ച് അതായത് എല്ലാ കറികളിലും കുറച്ച് ഐറ്റംസ് ഓരോ ഫാമിലി ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒന്നിച്ച് ഓണസദ്യ കഴിക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കക്കരിക്ക പച്ചടി കിട്ടിയിട്ടുണ്ട്. പിന്നെ പയറുതോരൻ വെക്കണം. പിന്നെ പപ്പടം, ഇത് മൂന്നുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഇപ്പം കക്കരിക്ക അരിഞ്ഞ പച്ചടി ആദ്യം ആക്കുന്നുണ്ട്. പിന്നെ പയർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പയർ തോരൻ വെക്കാനുണ്ട്, പിന്നെ പപ്പടം ആക്കാനുണ്ട്. അപ്പോൾ നമ്മൾ സദ്യക്ക് വേണ്ടിയിട്ടുള്ള ആ പരിപാടികളിലാണ്. ഇപ്പോൾ ഏകദേശം ഓണ സെലിബ്രേഷന് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള തോരൻ, പച്ചടി, പപ്പടം ഇത് 3 റെഡി ആയിട്ടുണ്ട്. പപ്പടം ഒരു 30 പേർക്കുള്ളതാണ്, അതുകൊണ്ട് കേട്ടോ 3 ബോക്സ്. ഇനി ഞാൻ വേഗം പോയിട്ട് സെലിബ്രേഷൻ റെഡി ആകട്ടെ. ഹാപ്പി ഓണം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്.
ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇടാൻ ആരംഭിച്ച പൂക്കളം ഫുള്ള് ഇട്ട് കഴിഞ്ഞപ്പോൾ ലുക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് രാത്രിയായി, കാരണം നമുക്ക് കണ്ടിന്യൂസ് ഒന്നും ഇടാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പൂവൊക്കെ റെഡിയാക്കി കൊടുക്കാൻ കൂടിയെങ്കിലും എനിക്ക് ഈ പൂക്കളം ഇടാൻ കൂടാൻ ഒട്ടും പറ്റില്ല, കാരണം എനിക്ക് കുറച്ച് തിരക്കൊക്കെ ഒന്ന് പുറത്ത് പോകേണ്ടി വന്നു. പിന്നെ അപ്പാർട്ട്മെന്റിൽ പൂക്കളം ഇടാൻ വേണ്ടി പോകണമായിരുന്നു, അങ്ങനെയൊക്കെ പോകേണ്ടി വന്നുകൊണ്ട് ഈ പൂക്കളം ഇട്ടത് മൊത്തം ചേട്ടയെ ഒറ്റയ്ക്കാണ്, കാരണം ഇതിൽ എനിക്ക് സഹകരിക്കാൻ പറ്റിയിട്ടേ ഇല്ല. അപ്പൊ ഇതാണ് ഞങ്ങളുടെ പൂക്കളത്തിന്റെ ഫൈനൽ ലുക്ക്. Second round, sambar and rice. Rice and sambar. Third round, payasam. Then this item we will not start. കേരളക്കാരല്ലാത്തവരും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഏത് ഓർഡറിലാണ് ഓണസദ്യ കഴിക്കേണ്ടതെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത്. പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളിരുന്ന സമയത്ത് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്തത്. ഒരു സ്പോട്ട് തിരുവാതിര തട്ടിക്കൂട്ടാനുള്ള സെറ്റപ്പ് ആട്ടോ ഇപ്പോൾ കാണുന്നത്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ആ സെയിം തിരുവാതിരയുടെ ഞങ്ങൾ ഉപയോഗിച്ച ആ പാട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ആ പാട്ട് മ്യൂട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ ചെറിയ തട്ടിക്കൂട്ട് തിരുവാതിരക്കളിയും നല്ല അടിപൊളി ഒരു ഓണസദ്യയും പിന്നെ ചെറിയ ഗെയിംസൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഓണാഘോഷം അടിപൊളിയായിരുന്നു. ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലിട്ട പൂക്കളം. ഞാൻ ആദ്യം കാണിക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലാസ്റ്റ് അത് ഇൻക്ലൂഡ് ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ്.